സിനിച്ച് സാധാരണ ഇങ്ങോട്ടാണല്ലോ ചോദിക്കുക, അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക. ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും സ്വാധീനമുള്ള ജൂതൻ ആരാണ്? അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ അങ്ങനെയല്ല, വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അത്. കാരണം അദ്ദേഹത്തിനേക്കാൾ സ്വാധീനമുള്ള 4 ജൂതന്മാർ ഉണ്ട് എന്ന് ജെറുസലേം പോസ്റ്റ്, ടെലവീവ്, ഇസ്രയേലിൽ നിന്നിറങ്ങുന്ന പത്രം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരാളല്ല 4 പേരുണ്ട്. ആ പേരുകൾ കേൾക്കുമ്പോൾ ശരിയാണല്ലോ അല്ലേ എന്ന് എനിക്കും തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ പേരുകൾ പറയാം. ഡോങ് എംഹോഫ് ഒന്നാമത്തെ ആള്. ആരാന്നറിയോ? ഇല്ല. കമലാ ഹാരിസിന്റെ ഭർത്താവ്. അതായത് ഈ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസ്. അപ്പൊ കമലാ ഹാരിസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ആദ്യത്തെ ഈ പ്രഥമ വനിത എന്നൊക്കെ പറയുന്ന പോലെ പ്രഥമ ഭർത്താവ് ആദ്യമായിട്ട് ജൂതനാകുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ. അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടൊരു പ്രഥമ പുരുഷൻ അല്ലെങ്കിൽ ഉണ്ടാകുന്നതും ആദ്യമായിട്ടായിരിക്കും എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എംഹോഫ്, ഡോങ് ഹെംഹോഫ്, കമലാ ഹാരിസിന്റെ ഭർത്താവ്. പെൻസിൽവാനിയയില് പിന്നെ രണ്ടാമത്തെ ആള്, അദ്ദേഹത്തിന് മറ്റേ ഡീറ്റെയിൽസ് പിന്നെ പറയാം, ആളുകളെ പറയാം. പെൻസിൽവാനിയ ഗവർണർ ജോഷ് ഷാപ്പിറോ. പിന്നെ ബിൽ അക്മാൻ, അദ്ദേഹം ബില്യണയറാണ്, വലിയ ശതകോടീശ്വരനാണ് ബിൽ അക്മാൻ. പിന്നത്തെ ആള്, അത് സിനുജിയും കേട്ടിട്ടുണ്ടാവും, ആന്റണി ബ്ലിങ്കൻ, അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി. അത്ര സ്വാധീനമുള്ള ആളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയുടെ വിദേശകാര്യം ഈ ഇസ്രയേൽ ഇറാൻ പ്രശ്നത്തിലും ഒക്കെ യുദ്ധം നടക്കുമ്പോഴും ഒക്കെ തീരുമാനിക്കുന്ന ആള് ജൂതനാണ്. ഞാൻ ജൂതനാണെന്ന് പുള്ളി ഇപ്പൊ പരസ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജൂതവിരുദ്ധതയ്ക്കെതിരെ ഈ കമലാ ഹാരിസിൻ പ്രചരണം നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി പ്രചരണം നടത്തുന്ന ആളാണ് അവരുടെ ഭർത്താവ് എംഹോഫ്. ഇപ്പോൾ അതൊക്കെയാണ് അദ്ദേഹം. മാത്രമല്ല, ജൂത വോട്ടുകൾ വളരെ പ്രധാനമാണല്ലോ അമേരിക്കയിൽ. അതൊക്കെ സമാഹരിക്കാനും ഒക്കെ അദ്ദേഹം മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രഥമ ഭർത്താവായാൽ ആദ്യ ജൂത ഭർത്താവും ആയിരിക്കും അമേരിക്കയുടെ ചരിത്രത്തിലെ. അപ്പോൾ അവിടുത്തെ പ്രസിഡന്റിന്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ലോകത്ത് ഒരുപക്ഷെ നെതന്യാഹുവിനേക്കാൾ കൂടുതൽ സ്വാധീനം അദ്ദേഹത്തിന് തന്നെ ചെലുത്താൻ കഴിയും. അമേരിക്കയിലാണല്ലോ. മാത്രമല്ല, മറ്റേ നീന്നും എടിയെന്നും ഒക്കെ വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളല്ലേ അമേരിക്കൻ പ്രസിഡന്റ്, സ്വാധീനമുള്ള ഏക പുരുഷൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഒക്ടോബർ 7 മുതൽ അദ്ദേഹം ഈ ജൂതവിരുദ്ധതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് കഴിഞ്ഞ 1 കൊല്ലമായിട്ട്. ബൈഡന്റെ ഈ നാഷണൽ സ്ട്രാറ്റജി ടു കൗണ്ടർ ആന്റിസെമിറ്റിസം, അതായത് ജൂതവിരുദ്ധത ചെറുക്കാനുള്ള ദേശീയ തന്ത്ര സമിതിയുടെ മേധാവി എംഹോഫാണ്. കമലാ ഹാരിസിന്റെ ഭർത്താവാണ് അതിൻ്റെ മേധാവി. ജൂതവിരുദ്ധത ചെറുക്കാനുള്ള ദേശീയ സമിതിയുടെ അദ്ദേഹം. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എംഹോഫ് ഈ ഹിറ്റ്ലറുടെ കാലത്ത് ഒരുപാട് ജൂതന്മാരെ കൊന്നൊടുക്കിയ ഓഷ്വിറ്റ്സ് ഇല്ലേ പോളണ്ടിൽ, ആ ഓഷ്വിറ്റ്സ് സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അതധികം മുമ്പൊന്നുമല്ല. മാത്രമല്ല, ഈ ജൂതന്മാർക്കിടയിൽ ഇപ്പം അത്യാവശ്യമൊക്കെ ആഗോളമായി തന്നെ വലിയ സ്വാധീനമുള്ള ഒരാളാണ്. അതുപോലെ അങ്ങേരുടെ ഈ അടുക്കളയിൽ ഒരു ജൂത കിച്ചൺ തന്നെ, അത് വളരെ ഡിഫറൻ്റാണ്. പല സാധനങ്ങളും ഒന്നിച്ചൊന്നും വെച്ചുകൂടാ, അങ്ങനെയുണ്ട് എന്ന് പറയപ്പെടുന്നു. പിന്നെ ഷാപ്പിറോ ഗവർണർ പെൻസിൽവാനിയ, ജൂലൈയിൽ അദ്ദേഹത്തിനെ ഈ കമലാ ഹാരിസിൻ്റെ റണ്ണിങ് മെയ്റ്റായിട്ട് എടുത്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം മറ്റേ ടിം വാൾസിനോട് തോറ്റേ. ടിം വാൾസ് ആണല്ലോ ഇപ്പോൾ റണ്ണിങ് മെയ്റ്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഇദ്ദേഹമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ജൂതൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു നില ഉണ്ടായിരുന്നു. അദ്ദേഹം തോറ്റുപോയി. ഒബാമയെ പോലെ തന്നെ പ്രഭാഷണത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് ഷാപ്പിറോ.
ആദ്യ ജൂത ഗവർണറാണ് പെൻസിൽവാനിയയുടെ. ഫിലാഡൽഫിയയിൽ ജൂയിഷ് ഡേ സ്കൂൾ, ജൂത സ്കൂളിൽ തന്നെയാണ് ഫിലാഡൽഫിയയിൽ പഠിച്ചത്. മാത്രമല്ല ഹൈസ്കൂള് പഠിച്ചത് ഇസ്രയേലിൽ പോയിട്ടാണ്. അപ്പോൾ പൈതൃകം അങ്ങനെ തന്നെ ഉണ്ട്. ഇങ്ങനെ അവിടെ ഈ ജൂതന്മാരുടെ പ്രത്യേക കിച്ചണിലെ കോഷർ എന്ന് പറയും, കോഷർ കിച്ചൺ, അത് ഈ ഡയറി ഉൽപ്പന്നങ്ങളിലെ ക്ഷീര അതും മീറ്റും കൂടിയൊന്നും അടുത്തടുത്ത് വെക്കരുത്, മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം നിയമങ്ങളൊക്കെ ഉണ്ട് കോഷർ കിച്ചൺ ജൂതന്മാരുടെ. അപ്പോൾ അങ്ങനത്തെ അടുക്കളയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഉള്ളത്. പിന്നെ ആറ്റ്മാൻ, ആ ധനികൻ ബില്യണയർ എന്ന് പറഞ്ഞില്ലേ, ഇൻവെസ്റ്റർ, നിക്ഷേപകനാണ് അദ്ദേഹം. പിന്നെ പെർഷിംഗ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിക്ഷേപക സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം, എഡ്ജ് ഫണ്ട് ഉടമയാണ് അദ്ദേഹം. ഹമാസിനെതിരെ ഇങ്ങനെ എത്രയോ കാലമായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. 57 വയസ്സായി. 3.8 ബില്യൺ ആസ്തിയുണ്ട് അദ്ദേഹത്തിന്. ഡെമോക്രാറ്റുകൾക്കാണ് സംഭാവന കൊടുക്കാറ് അങ്ങേര്. കോവിഡിൻ്റെ തുടക്കകാലത്ത് ഷെയറുകൾക്കൊക്കെ വില കുറയും എന്നൊക്കെ പ്രവചിച്ചിട്ട് 2.6 ബില്യൺ ഉണ്ടാക്കിയ ഒരാളാണ് അദ്ദേഹം. കോവിഡ് കാലത്ത് പൈസ ഉണ്ടാക്കി. പിന്നെ ഈ ഹമാസിൻ്റെ ഇദ്ദേഹം ചില യൂണിവേഴ്സിറ്റിയിൽ, ഹാർഡ്വാർഡ് പോലത്തെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ സംഭാവന കൊടുക്കുന്നതാണ്. പല ധനികരും അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ സർവകലാശാലകൾക്ക് സംഭാവന കൊടുക്കും. ഈ ഹമാസിന് അനുകൂലമായിട്ട് ഈ ഹാർവാർഡിൽ കുറേ പിള്ളേർ സമരം നടത്തിയിരുന്നു. അപ്പോൾ ഈ ഐക്മാൻ ആവശ്യപ്പെട്ടു ആ വിദ്യാർത്ഥികളുടെയൊക്കെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തണം, പരസ്യപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പനിയും ഇവർക്ക് ജോലി കൊടുക്കില്ല, അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി പല പിള്ളേരും ഈ ഹമാസിന് അനുകൂലമായ പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവലിഞ്ഞു. പല പിള്ളേരും ഈ പടങ്ങളിൽ വരാതിരിക്കാനായിട്ട് പിന്നെ തലയിലും മുണ്ടിട്ട് നടക്കുന്ന ഗതിയൊക്കെ ഉണ്ടായി. സർവകലാശാലയ്ക്ക് പണവും കൊടുക്കില്ല, ഇങ്ങനത്തെ സമരം നടക്കുന്ന സർവകലാശാലയ്ക്ക് സംഭാവനയും തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ബ്ലിങ്കൻ വിദേശകാര്യ സെക്രട്ടറി ആയത് 2021. 9 യാത്രകൾ അദ്ദേഹം ഒക്ടോബർ 7 ശേഷം പലയിടത്തായിട്ട് നടത്തിയിട്ടുണ്ട്. ഈ പ്രശ്നത്തിൽ ഇസ്രയേലിലേക്കും പോയിട്ടുണ്ട്. 105 പേരെ ബന്ദികളെ പിടിച്ചല്ലോ. അപ്പോൾ ബന്ദികളെ പിടിച്ച കൂട്ടത്തിൽ 105 പേരെ വിട്ടയക്കാനുള്ള ഈ സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തിയ ആളാണ് ബ്ലിങ്കൻ. ഈ ഹമാസ് 105 പേരെ അന്ന് വിട്ടയച്ചിരുന്നു. ഇപ്പോൾ 96 പേര് ബന്ദികളായിട്ടുണ്ട്. ഒക്ടോബർ 7 ശേഷം അദ്ദേഹം പരസ്യമായിട്ട് തന്നെ നാട്ടുകാരോട്, മാലോകരോട് പറഞ്ഞു, ഞാൻ ജൂതനാണ് എന്നുള്ള കാര്യം ഞാനത് വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല UN സെക്രട്ടറി ജനറൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഹമാസ് അനുകൂല വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുട്ടറസ്, ആ ഗുട്ടറസിനെയൊക്കെ ആ കാര്യത്തിൽ വിമർശിക്കാറുമുണ്ട് ബ്ലിങ്കൻ. പിന്നെ ഇനി ഇവരൊന്നും അല്ലാതെ ചില പേരുകൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. ജൂതന്മാർ, മെറ്റയുടെ പഴയ CEO ഷെറിൽ സാൻബർഗ്, ജൂത. അവർ ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. അവർ ഈ ഹമാസിൻ്റെ ഈ ആക്രമണം ഈ ജൂതന്മാരെ എങ്ങനെ ബാധിച്ചു, ആ ബലാത്സംഗത്തിൻ്റെ കഥകളൊക്കെ എൻ്റെ അകത്തുണ്ട്. സ്ക്രീംസ് ബിഫോർ സൈലൻസ്, നിശബ്ദതയ്ക്ക് മുമ്പുള്ള നിലവിളി, സ്ക്രീംസ് ബിഫോർ സൈലൻസ് എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. അതെല്ലാവരും കാണേണ്ട ഒരു ഡോക്യുമെൻ്ററിയാണ്. പിന്നെ മാർക്ക് സുക്കർബർഗ്, നമ്മുടെ മെറ്റയുടെയൊക്കെ ഉടമസ്ഥൻ, ജൂതനാണ്. ക്ലോഡിയ ഷെയിൻബോ, മെക്സിക്കോയുടെ പ്രസിഡന്റ് ഇപ്പോൾ, ക്ലോഡിയ ഷെയിൻബോ ജൂതയാണ്. പിന്നെ വിക്ടോറിയ സ്റ്റാർമർ, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയുടെ ഭാര്യ, ഒരു ജൂതയാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത കുറേ ഇതുവരെ പ്രശസ്തരായ ആളുകളുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മയിൽ വരുന്ന 2 പേര് പറയാം. ഈ നമ്മുടെ ട്രംപിൻ്റെ മകൾ മെലാനിയയുടെ ഭർത്താവ്
ജൂതനാണ്. മരുമകൻ അല്ലേ? പിന്നെ മൈക്രോസോഫ്റ്റിന്റെ ഉടമസ്ഥൻ ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിന്റെ മകളുടെ ഭർത്താവ് ജൂതനാണ്. ഓ ശരി, പ്രശസ്തരായ പലരും മരുമക്കൾ വരെ ജൂതനായിട്ടുണ്ട് അല്ലേ? അത് അവിടെ ഭരണത്തിൽ, പിന്നെ ലോകമാകെ ബാങ്കേഴ്സ്, പിന്നെ ഭരണപരമായ കാര്യങ്ങൾ പണ്ട് നിക്സന്റെ കാലത്തെ വിദേശകാര്യ സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ ജൂതനായിരുന്നു. അപ്പോൾ അവിടെ ഭരണത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകൾ തന്നെയാണ് ജൂതൻ. സമ്പന്നന്മാരുമാണ് അവര്, ബുദ്ധിയുള്ളവരുമാണ്. അതാണ്. അപ്പോൾ ഈ നെതന്യാഹുവിനേക്കാൾ കരുത്തരായ ശക്തരായ സ്വാധീനമുള്ള 4 ജൂതന്മാരുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് അത്, ഇപ്പം എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും അതൊരു പുതിയ അറിവായിരിക്കും. അത് മാത്രമല്ല, ഈ ഇസ്രയേൽ ഒറ്റയ്ക്കല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഈ ബന്ധങ്ങൾ ഇങ്ങനെ കണക്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇസ്രയേൽ അങ്ങനെ ഒറ്റയ്ക്കല്ല. ആക്രമണമായാലും ബുദ്ധിപരമായ നീക്കമാണെങ്കിലും ഒക്കെ അമേരിക്കയുടെ പിന്തുണയും വരുന്നു എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് തന്നെ അവന് ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് കുറേ ആളുകളുണ്ട് ലോകത്ത്. അതാണ്, ഇങ്ങനെ വേണം നമുക്ക് അമേരിക്കയുടെ വിദേശ നയം ഇന്ന് ബ്ലിങ്കനെ ഫോണിൽ വിളിച്ച് പറയാം. വേണമെങ്കിൽ ഹീബ്രുവിൽ പറയാം, അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവുകയില്ലല്ലോ. എന്തായാലും അതൊരു പുതിയ ഇൻഫർമേഷനാണ്. പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.